ഹായ് ഗെയ്സ്, MSB വ്ളോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മാത്യൂസ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. 1 കപ്പ് മൈദ, 250 ml ഒരു കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഞാൻ സ്പൂണിലിട്ട് കാണിച്ചതേ ഉള്ളൂ, 1/2 കപ്പ് പഞ്ചസാര, 250 ml ഒരു കപ്പും 125 ml 1/2 കപ്പും, അങ്ങനെ 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്, 1 ടീസ്പൂണോളം കോഫി പൗഡർ, 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം, 1/4 കപ്പ് പാല്, 1/4 കപ്പ് 250 ml 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് അവന് ഈ മാത്യൂസ് കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അവൻ മാത്യൂസ് കേക്ക് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ ടേസ്റ്റൊക്കെ അതുപോലെ ഉണ്ടാകുമോ എങ്ങനെയെന്ന് അറിയില്ല. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വിസ്ക് വെച്ചൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഓവറായിട്ട് ഒരുപാട് സമയം യോജിപ്പിക്കേണ്ട. അത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തട്ടിയിട്ട് 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ആ പാനിലേക്ക് ഒരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. 30 മിനിറ്റ് സിമ്മിലിട്ട് വേണം വേവിക്കേണ്ടത്. അതിനുശേഷം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അത് അടപ്പ് കറക്റ്റായിരിക്കണം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റാണ് ഞാൻ ഈ കേക്ക് വേവിക്കാനായിട്ട് വെച്ചത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഒരു സ്ക്വയർ വെച്ച് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടറും 100 ഗ്രാം പഞ്ചസാര പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇത് ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു കേക്കാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാവുന്നതാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് നന്നായി ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ മഞ്ഞ ബട്ടർ ഒന്ന് വെള്ള കളറായി വരുന്നത് വരെ നമുക്കിത് വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം. പെട്ടെന്നായിക്കോളും. ബീറ്ററിൻ്റെയോ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പഞ്ചസാര കുറേശ്ശെ അതിലേക്കിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. കുറേശ്ശെ പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാം.
എല്ലാവർക്കും എളുപ്പത്തിന് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാവുന്ന ഒരു കേക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് അതൊന്ന് വെളുത്ത് വരണം, ക്രീം വെളുത്ത് വരണം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അരിവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം 4 അരിവും ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ പഞ്ചസാര വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ആ കേക്ക് കാണുമ്പം തന്നെ അറിയാം, നല്ല നനവുള്ള ചോക്ലേറ്റ് കേക്കാണിത്. അരിവെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീമും ഒന്നും ഇതിനാവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും വീഡിയോ കാണണം. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് അതിൻ്റെ പുറത്ത് നൈസായിട്ട് ബട്ടർ ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല മോയ്സ്ചറായിട്ടുള്ള അടിപൊളി ഒരു കേക്കാണ്. എല്ലാവരും ചെയ്യണം. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടൊന്ന് തേച്ച് അരിവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നൈസായിട്ട് തേച്ചാൽ മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കട്ടിക്ക് തേക്കാം ക്രീം. നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. അരിവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് എല്ലാം അറിയിക്കണം. എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യണം. ഇത് നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്.